നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്നും അതിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. അതിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നാളുകളായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. വളരെ ലളിതമായ രീതിയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന രീതിയിൽ പോകുന്ന ഒരു സെഷനാണ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ട് നൽകുന്ന സെഷനാണ്. ഇതിലാദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് റാംഡിയോ മിശ്രയാണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: പരിസ്ഥിതിയിൽ DDT പോലുള്ള കീടനാശിനികളുടെ പ്രത്യാഘാതം വിവരിക്കുന്ന നിശബ്ദ വസന്തം എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? പരിസ്ഥിതിയിൽ DDT പോലുള്ള കീടനാശിനികളുടെ പ്രത്യാഘാതം വിവരിക്കുന്ന നിശബ്ദ വസന്തം എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് റേച്ചൽ കഴ്സണാണ്. ലവണത്തിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂറിഹലൈനുകൾ എന്ന പേരിലാണ്. ലവണത്തിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂറിഹലൈൻ എന്ന പേരിലാണ്. മൃതമായ സസ്യങ്ങളിലും ജന്തുക്കളിലും വിഘാടകർ പ്രവർത്തിച്ച് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് അമോണിഫിക്കേഷൻ. മൃതമായ സസ്യങ്ങളിലും ജന്തുക്കളിലും വിഘാടകർ പ്രവർത്തിച്ച് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് അമോണിഫിക്കേഷൻ. IUCN ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേജിൻ്റെ നിറമാണ് പിങ്ക് നിറം. IUCN ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേജിൻ്റെ നിറമാണ് പിങ്ക്. വിവിധ ഭൗതിക ജീവശാസ്ത്ര പ്രവർത്തനങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രക്രിയയാണ് കാർബൺ ചംക്രമണം എന്ന് പറയുന്നത്. വിവിധ ഭൗതിക ജീവശാസ്ത്ര പ്രവർത്തനങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രക്രിയയാണ് കാർബൺ ചംക്രമണം. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ച കളനാശിനിയുടെ പേരാണ് ഏജൻറ്റ് ഓറഞ്ച്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ച കളനാശിനിയുടെ പേരാണ് ഏജൻറ്റ് ഓറഞ്ച്. ആവാസ വ്യവസ്ഥയെയും സ്പീഷീസ് സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പോപ്പുലർ പരികൽപ്പന ചെയ്ത് മുന്നോട്ട് വച്ച സിദ്ധാന്തം ആണ് പോൾ എർലിക്. അതായത് ആവാസ വ്യവസ്ഥയെയും സ്പീഷീസ് സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പോപ്പർ പരികൽപ്പന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേരാണ് പോൾ എർലിക് എന്നത്. 9ാമത്തെ ചോദ്യം: ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ട്രാഫിക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ട്രാഫിക്കിൻ്റെ ആസ്ഥാനം കേംബ്രിഡ്ജാണ്. കേംബ്രിഡ്ജിലാണ് ട്രാഫിക്കിൻ്റെ ആസ്ഥാനം കേംബ്രിഡ്ജാണ്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭം നടന്ന സംസ്ഥാനം ബീഹാറാണ്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭം നടന്ന സംസ്ഥാനമാണ് ബീഹാർ. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് SPI? ഏത് പാരാമീറ്റർ നിരീക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് SPI? വരൾച്ചയെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ അതിൻ്റെ ഉപകരണമാണ് SPI എന്ന് പറയുന്നത്. 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യമാണ് അമേരിക്ക. 2025 ജനുവരിയിൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യമാണ് അമേരിക്ക. ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി എന്ന പുസ്തകം തയ്യാറാക്കിയത് ആര്? യൂജിൻ P. ഓഡം ആണ് ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. 2025 പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. 2025 പരിസ്ഥിതി ദിന പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നത്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയമാണ് കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം. കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളമാണ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം. ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്നത് 1995 ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്നത് 1995 2024 വിറ്റിലി ഗോൾഡ് അവാർഡ് നേടിയത് പൂർണിമ ദേവി ബർമനാണ്. 2024 വിറ്റിലി ഗോൾഡ് അവാർഡ് നേടിയത് പൂർണിമ ദേവി ബർമൻ ആണ്. റിമോറ മത്സ്യവും ഷാർക്കും തമ്മിലുള്ള ജീവബന്ധത്തിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് കമൻസലിസം. കമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിക്ക് ഗുണവും രണ്ടാമത്തെ ജീവിക്ക് ദോഷവുമില്ലാത്ത
പ്രത്യേകിച്ച് നേട്ടവുമില്ലാത്ത അവസ്ഥയെ ആണ് കമൻസലിസം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റമാണ് എക്കോളജിക്കൽ സക്സഷൻ. ഒരു ആവാസ വ്യവസ്ഥയിൽ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റമാണ് എക്കോളജിക്കൽ സക്സഷൻ. നിയോട്ടിയ എന്തിൻ്റെ ഉദാഹരണമാണ്? എന്തിൻ്റെ ഉദാഹരണമാണ് നിയോട്ടിയ? ശവോപജീവികൾ, അതായത് മൃതശരീരങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾ വിശേഷിപ്പിക്കുന്ന പേരാണ് നിയോട്ടിയ എന്നത്. സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയുടെ പേരാണ് ഗ്രേറ്റ തൻബർഗ്. സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയുടെ പേരാണ് ഗ്രേറ്റ തൻബർഗ്. അടുത്ത ചോദ്യം, റെഡ് ഡേറ്റാ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? റെഡ് ഡേറ്റാ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗ്ഗങ്ങളെയാണ് റെഡ് ഡേറ്റാ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റെയിൻബോ വാരിയർ എന്തിൻ്റെ പ്രശസ്തമായ കപ്പലാണ്? റെയിൻബോ വാരിയർ ഏത് കപ്പലാണ്? എന്തുമായി ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്? ഗ്രീൻ പീസ് എന്ന NGOയുമായി ബന്ധപ്പെട്ട കപ്പലിൻ്റെ പേരാണ് റെയിൻബോ വാരിയർ. 2015 ക്യോട്ടോ പ്രോട്ടോക്കോളിന് പകരം നിലവിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റ്. പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റാണ് 2025 ക്യോട്ടോ പ്രോട്ടോക്കോളിന് പകരം നിലവിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടി. 2025 പരിസ്ഥിതി ദിന പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നത്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നത് 2025 പരിസ്ഥിതി ദിന പ്രമേയമായിരുന്നു. എക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. സൈലൻറ്റ് സ്പ്രിംഗ് എന്നത് ആരുടെ കൃതിയാണ്? റേച്ചൽ കഴ്സൻ്റെ കൃതിയുടെ പേരാണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്നത്. റേച്ചൽ കഴ്സൻ്റെ കൃതിയാണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്നത്. റെഡ് ഡേറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN ആണ് റെഡ് ഡേറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. IUCN ആണ്. ലോക തണ്ണീർത്തട ദിനം ഏതാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 12 ആണ്. ഫെബ്രുവരി 12 ആണ് ലോക തണ്ണീർത്തട ദിനം. ജീവികളും പരിസരവുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. ജീവികളും പരിസരവുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി എന്ന് പറയുന്നത്. പരിസ്ഥിതിയുടെ പിതാവ് ആരാണ്? പരിസ്ഥിതിയുടെ പിതാവാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പരിസ്ഥിതിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. നിശബ്ദ വസന്തം എന്നത് ആരുടെ രചനയാണ്? ആരുടെ രചനയാണ് നിശബ്ദ വസന്തം? റേച്ചൽ കഴ്സൻ്റെ രചനയാണ് നിശബ്ദ വസന്തം എന്നത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവിൻ്റെ പേരാണ് റേച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവിൻ്റെ പേരാണ് റേച്ചൽ കഴ്സൺ. ആവാസ വ്യവസ്ഥയിൽ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് സ്വപോഷികളാണ്. ഉദാഹരണം ഹരിത സസ്യങ്ങളാണ്. ആവാസ വ്യവസ്ഥയിൽ ഉൽപ്പാദകർ അറിയപ്പെടുന്നത് സ്വപോഷികൾ. ഉദാഹരണം ഹരിത സസ്യങ്ങളാണ്. എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹൈക്കൽ. ഏണസ്റ്റ് ഹൈക്കലാണ് എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എക്കോളജിക്കൽ ജേർണി എന്ന പുസ്തകം എഴുതിയത് മാധവ് ഗാഡ്ഗിലാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എക്കോളജിക്കൽ ജേർണി എന്ന പുസ്തകം എഴുതിയത് മാധവ് ഗാഡ്ഗിലാണ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. പയർവർഗത്തിൽപ്പെടാത്ത സസ്യത്തിൽ സഹജീവനം നടത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് ഫ്രാങ്കിയ എന്നത്. പയർവർഗത്തിൽപ്പെടാത്ത സസ്യത്തിൽ സഹജീവനം നടത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് ഫ്രാങ്കിയ. ഇംപേഷ്യൻസ് അച്യുത നന്ദിനി എന്നത് കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പയുടെ പേരാണ്. ഇംപേഷ്യൻസ് അച്യുത നന്ദിനി എന്നത് കേരളത്തിൽ കണ്ടെത്തിയ പുതിയ കാശിത്തുമ്പയുടെ പേരാണ്. പേര് ഒരിക്കൽ കൂടി പറയുന്നു, ഇംപേഷ്യൻസ് അച്യുത നന്ദിനി. ബംഗാളിൻ്റെ പേടിസ്വപ്നം എന്നറിയപ്പെടുന്ന സസ്യമാണ് കുളവാഴ. ബംഗാളിൻ്റെ പേടിസ്വപ്നം എന്നറിയപ്പെടുന്ന സസ്യമാണ് കുളവാഴ. UN അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2011-2020 വരെയാണ്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2011 മുതൽ 2020 വരെയാണ്. വായു മലിനീകരണത്തിൻ്റെ ജൈവ സൂചകമാണ് ലൈക്കൺ. വായു മലിനീകരണത്തിൻ്റെ ജൈവ സൂചകമാണ് ലൈക്കൺ.
റെഡ് ഡേറ്റാ ബുക്കിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റാ ബുക്കിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്തു ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്തു ജില്ലയാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കെനിയയിലെ നെയ്റോബിയിലാണ്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കെനിയയിലെ നെയ്റോബിയിലാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് വയനാട് ജില്ലയിലെ എടവക. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് വയനാട് ജില്ലയിലെ എടവക. ജൈവമണ്ഡലത്തിലെ ഓരോ ആവാസ വ്യവസ്ഥയും അറിയപ്പെടുന്ന പേരാണ് ബയോം. ജൈവ മണ്ഡലത്തിലെ ഓരോ ആവാസ വ്യവസ്ഥയും അറിയപ്പെടുന്ന പേരാണ് ബയോം എന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. 2025 ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. 2025 ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. അപ്പിക്കോ പ്രസ്ഥാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കർണാടകം. അപ്പിക്കോ പ്രസ്ഥാനം നിലവിൽ വന്ന സംസ്ഥാനം കർണാടകമാണ്. പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് എത്ര ശതമാനം ഊർജ്ജമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? ഒരു പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് എത്ര ശതമാനം ഊർജ്ജമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? 10% ഊർജ്ജമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. 2024 ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് ജേതാവ് അലോക് ശുക്ലയാണ്. 2024 ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് ജേതാവിൻ്റെ പേരാണ് അലോക് ശുക്ല. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന പാഠഭാഗത്തു നിന്നും ഫാസിസ് അക്കാഡമി തിരഞ്ഞെടുത്ത 56 ചോദ്യങ്ങളുടെ വീഡിയോ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്